ഏകദേശം 1-2 മണിക്കൂർ മാത്രം എടുത്ത് ക്ലൗഡ് കോഡ് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്ത ഒരു ഡാഷ്ബോർഡാണിത്. നമ്മുടെ ഇക്കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട്സ് കാണിക്കുന്ന ഒരു ഇന്ററാക്റ്റീവ് ലൈവ് ഡാഷ്ബോർഡാണിത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ലൈൻ ഓഫ് കോഡ് പോലും എഴുതാതെ ക്ലൗഡ് കോഡ് യൂസ് ചെയ്ത് ഈ ഒരു ഡാഷ്ബോർഡ് ബിൽഡ് ചെയ്തതെന്നും ഫ്രീ ആയി ഡിപ്ലോയ് ചെയ്തതെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയാം. ആദ്യം നമുക്ക് ഈ ഡാഷ്ബോർഡിൽ എന്തൊക്കെയുള്ളത് നോക്കാം. നമുക്ക് ഇവിടെ സെൻട്രൽ തന്നെ കേരള മാപ്പാണ്. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൻസി മാപ്പാണ്. ഓരോന്നും ഓരോ മണ്ഡലമാണ്. ഈ കാണുന്ന ഓരോ ബ്ലോക്സും. ഒരു കോൺസ്റ്റിറ്റ്യൻസി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ കൽപ്പറ്റ സെലക്ട് ചെയ്താൽ അവിടുത്തെ വിന്നർ ആരാണ്, അവരുടെ വോട്ട് എത്രയാണ്, അതുപോലെ എത്ര മാർജിൻ ഉള്ളത്, അതുപോലെ റണ്ണറപ്പ് ആരാണ്, അവരുടെ വോട്ട് എത്രയാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ കാണുന്നത് അലയൻസ് ബേസ്ഡ് ആയിട്ടുള്ള വ്യൂ ആണ്. പാർട്ടി ബേസ്ഡ് ആയിട്ടും അതുപോലെ മാർജിൻ ബേസ്ഡ് ആയിട്ടും നമ്മുടെ ഈ മാപ്പിനെ മൊത്തത്തിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ കാണുന്ന പോലെ ഒരു ആർച്ച് വ്യൂ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സെർച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൻസി ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്ത് ബിൽഡ് ചെയ്തതാണ് പറയാൻ പോകുന്നത്. ഞാനിത് ക്ലൗഡ് കോഡ് യൂസ് ചെയ്ത് VS കോഡിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുന്നത് VS കോഡാണ്. ഞാൻ VS കോഡിലെ ടെർമിനലിൽ ക്ലൗഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തു. മൊത്തത്തിൽ എൻ്റെ ചാറ്റ് ഞാൻ ഇവിടെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് എനിക്കൊരു ഡാഷ്ബോർഡ് ബിൽഡ് ചെയ്യണം. അതിന് ഇലക്ഷൻ റിസൾട്ട്സിൻ്റെ ഡാഷ്ബോർഡാണ്. ഡാറ്റ കളക്ട് ചെയ്യണം. എല്ലാ സ്റ്റെപ്സും ഞാൻ പറഞ്ഞു. അതിനുശേഷം ഓരോ സ്റ്റെപ്പും ഞാൻ ഗൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ 1 by 1 ഓരോ ചാറ്റായിട്ട് ഇങ്ങനെ അവസാനം ഡിപ്ലോയ് ചെയ്യുന്ന സ്റ്റെപ്പ് വരെ ക്ലൗഡ് ചെയ്തു. ഡിപ്ലോയ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് ക്ലൗഡ് ഫ്ലെയറിലാണ്. ക്ലൗഡ് തന്നെ ഡിപ്ലോയ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് തന്നു. ആ ഡിപ്ലോയ്മെൻറ്റും ഈ കമാൻഡ് ലൈൻ ത്രൂ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡാഷ്ബോർഡ്സ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ബിൽഡ് ചെയ്ത ഈ ഡാഷ്ബോർഡിൻ്റെ കോൺവെർസേഷൻ ഞാൻ കംപ്ലീറ്റ്ലി ഒരു ആർട്ടിഫാക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എൻ്റെ പ്രോംപ്റ്റ് ഏതാണ്, ക്ലൗഡ് തന്ന റെസ്പോൺസ് എന്താണ് എന്നുള്ളത് കംപ്ലീറ്റ്ലി ഒരു ആർട്ടിഫാക്റ്റ് പോലെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.